ഗംഗാ ആരതി കാണാൻ വേണ്ടിയിട്ട് ഗംഗാ തീരത്ത് പരമാനന്ദ നികേതൻ എന്ന ആശ്രമത്തിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഉള്ളത്. ഇവിടെ 5:30 പരമാനന്ദ നികേതൻ്റെ കവാടമായ ഗംഗാ തീരത്ത് ഗംഗാ ആരതി ഉള്ളത്. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അതുപോലെ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പരമാനന്ദ നികേതനിൽ വിളിച്ച് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ബുക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്. യോഗ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഒട്ടേറെ ആൾക്കാരിവിടെ വന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. ഒരു നല്ലൊരു ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് താമസിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഗംഗാ ആരതി തുടങ്ങിക്കഴിഞ്ഞു. അതിമനോഹരമായ ഗംഗാ ആരതിയാണ്. അതിവിശിഷ്ടമായ അതിപ്രധാനമായ ഗംഗാ ആരതി നടക്കുകയാണ് പരമാനന്ദ നികേതൻ ആശ്രമത്തിൻ്റെ മുമ്പിൽ. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒട്ടേറെ ജനങ്ങൾ സന്ധ്യാസമയങ്ങളിൽ തടിച്ചു കൂടുക പതിവാണ്. ദൂരെ കാണുന്നതാണ് രാമൻ ചൂല എന്നുള്ള തൂക്കുപാലം. അവിടെയാണ് ഗംഗാ ആരതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഈ ഗംഗാ ആരതി കാണാനും ഭഗവാന്റെ മുമ്പിൽ കഴിഞ്ഞത് വലിയൊരു പുണ്യമായിട്ട് തന്നെ കരുതുന്നുണ്ട്. കാരണം ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അതൊക്കെ വലിയ പുണ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഹിമാലയത്തിന്റെ കവാടം എന്നാണ് ഋഷികേശ് അറിയപ്പെടുന്നത്. ഋഷികേശിലാണ് ട്രെയിൻ വഴിയാണെങ്കിൽ ഋഷികേശ് സ്റ്റേഷനിലും, ഫ്ലൈറ്റിലാണെങ്കിൽ ഡെറാഡൂൺ എയർപോർട്ടിലും ആണ് വന്നിറങ്ങുക. അതിനുശേഷം നമുക്ക് ഇവിടെ ട്രാവൽസ് വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കാർ ലഭിക്കും. അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും, ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ. ഇന്റർനാഷണൽ എയർപോർട്ട് ആയിട്ടില്ല അത്. അവിടെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ടൂറിസ്റ്റുകളെ നോക്കിയിട്ട്. അപ്പൊ എനിക്കും കിട്ടി ഒരു ഗംഗാ ആരതി ഒഴിയാൻ. മോക്ഷം തേടിയുള്ള ഈ യാത്ര വളരെ അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ്. രാമൻ ചൂല എന്നുള്ള തൂക്കുപാലത്തിന്റെ അടുത്താണ് ഈ പരമാർത്ഥ നികേതൻ എന്ന ആശ്രമം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത യാത്രയായിരുന്നു നടന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം. അതായത് ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാവൽസിലൊന്നും വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആശ്രമത്തിൽ സാധാരണഗതിയിൽ ബുക്ക് ചെയ്താൽ മാത്രമേ റൂം കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം ഭഗവാൻ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഋഷികേശ് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ കവാടമാണ്. അപ്പോ യാത്ര ഇന്നലെ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയി. ഇന്ന് പോണത് രുദ്രപ്രയാഗിലേക്കാണ്. രുദ്രപ്രയാഗിൽ നിന്ന് മാനസാദേവി ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് കേദാർനാഥിലേക്കും തിരിച്ചു പോകുമ്പോൾ ഹരിദ്വാറിലേക്ക് പോകണം എന്നാണ് ഇവിടെ വന്നിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാഷ അറിയാത്തതിന്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്യാവശ്യം ഹിന്ദി അറിയുന്ന ഒരാളാണ് ഹസ്ബൻഡ്. പക്ഷെ ഇവരുടെ ഭാഷയ്ക്ക് ഒരു ചേഞ്ച് ഉള്ള കാരണം കൊണ്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. ആര് ബുദ്ധിമുട്ട് ചോദിച്ചാൽ മറ്റുള്ള യാതൊരു വക പ്രകൃതിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോ മഴയില്ല, മഞ്ഞുമില്ല, ചൂടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഈ കൂടുതലും ഇങ്ങോട്ട് ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ വരണം. അത് കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞുവീഴ്ച തുടങ്ങും. അത് മാത്രമല്ല ഈ സമയത്താണെങ്കിൽ തിരക്ക് വളരെ കുറവായിരിക്കും. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമായി. കാരണം എവിടെയും ഒരു തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നില്ല.
സന്തോഷമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചു വെച്ചിട്ടുള്ള യാത്ര ആയിരുന്നില്ല അത്. അതുകൊണ്ട് ഒരു സർപ്രൈസ് യാത്രയാണത്.